നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സബ്സിഡി സാധനങ്ങളുടെ വില വർധനയിൽ പ്രതിഷേധം. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സപ്ലൈ ഓഫീസ് മാർച്ച്. സപ്ലൈകോ സ്റ്റോറുകളിൽ സാധനങ്ങൾ എത്തിക്കാൻ വിളിച്ച ടെൻഡർ മൂന്നാം വട്ടവും മുടങ്ങി. വിതരണക്കാരുടെ സംഘടന ടെൻഡർ ബഹിഷ്കരിച്ചു. വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത് 600 കോടി രൂപയുടെ കുടിശ്ശിക. പാമ്പാടി ചെറുവള്ളിക്കാവിലമ്മയുടെ കുംഭപൂരത്തിന് കൊടിയേറി. കുംഭപൂരം ഞായറാഴ്ച. വാർത്തകൾ വിശദമായി. സപ്ലൈകോയിലെ സബ്സിഡി നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KPCC എക്സിക്യൂട്ടീവ് അംഗം തോമസ് കല്ലാടൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനയ്ക്കെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KPCC എക്സിക്യൂട്ടീവ് അംഗം തോമസ് കല്ലാടൻ ഉദ്ഘാടനം ചെയ്തു. സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഒരു ദിവസം പോലും അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്ന് തോമസ് കല്ലാടൻ പറഞ്ഞു. ഇവിടെ 19, 29, 27, 31, 60, 49 ഉൾപ്പെടെയുള്ള തുകയുടെ വർധനവ് ഈ സ്ഥാപനങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? നിങ്ങളപ്പോൾ മനുഷ്യരെ കടുപ്പിക്കുന്ന, നിങ്ങളെ ആളുകളെ വഞ്ചിക്കുന്ന ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം, ആ സമീപനം സ്വീകരിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ലഭിക്കേണ്ട 13 അത്യാവശ്യ സാധനങ്ങളെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് അതിലൂടെ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ഗവൺമെന്റ് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അവകാശമില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഗൗരി ശങ്കർ അധ്യക്ഷനായി. നിരവധി പ്രവർത്തകർ ധർണയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്തെ സപ്ലൈകോ സ്റ്റോറുകളിൽ 40 ഇന ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വിളിച്ച ടെൻഡർ മൂന്നാം വട്ടവും മുടങ്ങി. വിതരണക്കാരുടെ സംഘടന കുടിശ്ശിക തീർപ്പാക്കാത്തതിനാൽ ടെൻഡർ ബഹിഷ്കരിക്കുകയായിരുന്നു. പിന്നാലെയാണ് സപ്ലൈകോ ടെൻഡർ പിൻവലിച്ചത്. സപ്ലൈകോ സാധനങ്ങൾ എത്തിക്കാൻ സർക്കാർ വിളിച്ച ടെൻഡർ മൂന്നാം ഘട്ടവും മുടങ്ങിയതോടെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അടക്കം ക്ഷാമം തുടരുമെന്ന് ഉറപ്പായി. 8 മാസമായുള്ള 600 കോടി രൂപയുടെ കുടിശ്ശികയിൽ തീരുമാനമായില്ലെങ്കിൽ ടെൻഡറിൽ പങ്കെടുക്കില്ലെന്നാണ് വിതരണക്കാരുടെ സംഘടനയുടെ നിലപാട്. ഡിസംബറിലും ജനുവരിയിലും വിളിച്ച ടെൻഡറിലും വിതരണക്കാരുടെ സംഘടന വിട്ടുനിന്നിരുന്നു. പുതുക്കിയ നിരക്കനുസരിച്ച് ടെൻഡർ പുനഃക്രമീകരിക്കേണ്ടതിനാലാണ് തീരുമാനമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയ സർക്കാർ തീരുമാനമെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് സപ്ലൈകോ ടെൻഡർ ക്ഷണിച്ചത്. ടെൻഡർ എടുത്താൽ 3 ദിവസത്തിനകം സപ്ലൈകോ കേന്ദ്രങ്ങളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിതരണക്കാർ എത്തിക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകരും മില്ലുടമകളും കുടിശ്ശികയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് എടുക്കുന്നത്. ഇതോടെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം തുടരുമെന്ന് ഉറപ്പായി. കർഷകർക്ക് നെല്ല് സംഭരണ തുക നൽകുന്ന മാതൃകയിൽ വിതരണക്കാർക്കും കുടിശ്ശിക തീർപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഭക്ഷ്യവകുപ്പ്. ഇതിനായുള്ള ബാങ്കുകളുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇതിൽ തീരുമാനമായാൽ ബാങ്കുകൾ നൽകുന്ന ക്രെഡിറ്റ് തുകയിൽ വിതരണക്കാരുടെ കുടിശ്ശിക തീർപ്പാക്കാമെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. എന്നാൽ ഇതിലുണ്ടാകുന്ന കാലതാമസം സപ്ലൈകോ മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്നാണ് ആശങ്ക. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ കുംഭപൂര തിരുനാളിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റിന് കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് തെളിയിച്ച ലക്ഷദീപം ക്ഷേത്ര പരിസരത്തെ ദീപപ്രഭയിലാഴ്ത്തി. ദേശാധിപത്യ ദേവതയും ആശ്രിതവത്സലയുമായ പാമ്പാടി ചെറുവള്ളിക്കാവിലമ്മയുടെ തിരുവുത്സവത്തിന് കൊടിയേറി. തിങ്കളാഴ്ച വൈകിട്ട് കൊടിമരച്ചുവട്ടിൽ നടന്ന പൂജകൾക്ക് ശേഷം തന്ത്രി പെരിഞ്ഞേരിമല വാസുദേവൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി വൈപ്പിൻമല വിശ്വനാഥ് P. നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറ്റി. തുടർന്ന് പാമ്പാടി നായർ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ കൊളുത്തിയ ലക്ഷദീപം ക്ഷേത്ര പരിസരത്തെ ദീപാലങ്കൃതമാക്കി. അൻപൊലി നാണയപ്പറ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടന്നു. തുടർന്ന് തിരുവരങ്ങിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം നടന്നു. ശ്രീഭദ്ര തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരകളി അരങ്ങേറി.
ഫെബ്രുവരി 24 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഉത്സവ ബലിയും തുടർന്ന് ദർശനവും നടക്കും. 25 ഞായറാഴ്ചയാണ് കുംഭപൂരം. രാവിലെ 11 മണി മുതൽ വിവിധ പാട്ടമ്പലങ്ങളിൽ നിന്നുള്ള കുംഭകോട ഘോഷയാത്രകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അന്നേ ദിവസം രാത്രി 10 മണിക്കാണ് പള്ളിവേട്ട. 26-ാം തീയതി തിങ്കളാഴ്ച 5 മണിക്ക് പൊത്തൻപുറം മഞ്ഞമാക്കൽ ആറാട്ടുകടവിൽ ദേവി ആറാടും. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പ്ലാസ്റ്റിക് ശേഖരിക്കാൻ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നേരിട്ട് പാമ്പാടിയിലെ വീടുകളിലെത്തി. കേരളത്തിന്റെ യുവത ഹരിതകർമ്മസേനയ്ക്കൊപ്പം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ജില്ലാ കളക്ടർ വീടുകളിൽ എത്തിയത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി കേരളത്തിന്റെ യുവത ഹരിതകർമ്മസേനയ്ക്കൊപ്പം എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് കളക്ടർ പാമ്പാടിയിലെത്തി ഹരിതകർമ്മസേനയുടെയും യൂത്തിന്റെയും ഒപ്പം വീടുകൾ കയറിയത്. വീടുകളിലെത്തി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS വീട്ടുകാരിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുകയും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി കളക്ടർ. പരിപാടിയുടെ ഉദ്ഘാടനം പാമ്പാടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം PR അനുപമ നിർവഹിച്ചു. ഹരിതകർമ്മസേനയെ സംബന്ധിച്ചിടത്തോളം അവര് തുടക്കഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓരോ വീടുകളിലേക്കും അവര് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അവര് കളക്ഷന് പോകുമ്പോൾ നേരിട്ട അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇന്ന് നേരിട്ട് അറിയാൻ കഴിയും. നിങ്ങൾ അവരോടൊപ്പം ഇരുന്നുകൊണ്ട് അത് എങ്ങനെയാണ് തരംതിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എങ്ങനെ യാഥാർത്ഥ്യമാകുമോ, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഭാഗമാകേണ്ട ആളുകളാണ് ആളുകൾ. അത് കൃത്യമായി ബോധ്യപ്പെടാൻ അനുഭവിച്ചറിയാനുള്ള പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയ് അധ്യക്ഷയായി. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി പ്രസാദ്, ജില്ലാ പ്രോഗ്രാം ഓഫീസർ നോബിൾ സേവ്യർ, പാമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഹരികുമാർ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല PS, അസിസ്റ്റന്റ് സെക്രട്ടറി റോയി K ജോർജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ധനലക്ഷ്മി, മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ ശ്രീശങ്കർ TP തുടങ്ങിയവർ പങ്കെടുത്തു. യുവതീ യുവാക്കൾ ഹരിതകർമ്മ സേനാംഗങ്ങളോടൊപ്പം വീടുകളിലെത്തി ശേഖരിച്ച പ്ലാസ്റ്റിക്കുകൾ തരം തിരിച്ച് CKCL-ന് കൈമാറി. ക്യാമ്പയിനിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന ആവശ്യവുമായി ഭാരതീയ വേലൻ സൊസൈറ്റി. ഈ ആവശ്യം ഉന്നയിച്ച് പ്രവർത്തകർ കോട്ടയം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജാതി സെൻസസ് നടപ്പിലാക്കുക, മുടങ്ങിക്കിടക്കുന്ന ഗ്രാന്റ് വിതരണം ചെയ്യുക, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ജില്ലാ പ്രസിഡന്റ് ശരത് S കുമാർ അധ്യക്ഷത വഹിച്ചു. മാർച്ച് ഭാരതീയ വേലൻ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് രാജീവ് നെല്ലിക്കുന്നിൽ ആവശ്യപ്പെട്ടു. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുക, മുടങ്ങിക്കിടക്കുന്ന ഗ്രാന്റ് വിതരണം ചെയ്യുക, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഫെലോഷിപ്പ്, കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുടങ്ങിക്കിടക്കുന്ന ഫെലോഷിപ്പ് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിലേക്ക് പോകുന്നത്. ഈ സമരം വളരെ ന്യായമായിട്ടുള്ള സമരമാണ്. ഈ സമരത്തിൽ ഗവൺമെന്റ് കണ്ണു തുറക്കണം. ജില്ലാ സെക്രട്ടറി സുരേഷ് P, സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിത് കുമാർ, നിഷ സജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാർത്തോമൻ പൈതൃക സംഗമ റാലിക്ക് ഒരുങ്ങി കോട്ടയം. ഫെബ്രുവരി 25 ഞായറാഴ്ചയാണ് റാലി നടക്കുന്നത്. ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. ഫെബ്രുവരി 25-ന് കോട്ടയം നഗരത്തിൽ നടക്കുന്ന മാർത്തോമൻ പൈതൃക സംഗമ റാലിയുമായി ബന്ധപ്പെട്ട് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപന യോഗം സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ കോട്ടയം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. 25-ാം തീയതി വൈകിട്ട് 3 മണിക്ക് കോട്ടയം ബസേലിയസ് കോളേജിൽ നിന്ന് ആരംഭിച്ച് നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിൽ സമാപിക്കുന്ന രീതിയിലാണ് റാലി. 1,00,000-ലേറെ പേർ റാലിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. സംഗമവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ സുഗമമായ നടത്തിപ്പുറപ്പാക്കണമെന്ന് മന്ത്രി VN വാസവൻ യോഗത്തിൽ നിർദ്ദേശിച്ചു. 1,300-ലേറെ ബസ്സുകളും 2,500-ലേറെ ചെറുവാഹനങ്ങളും റാലിയിൽ പങ്കെടുക്കാൻ എത്തുന്നവരെ വഹിച്ചുകൊണ്ടുവരുമെന്നാണ് കണക്കുകൂട്ടിയിരിക്കുന്നത്. സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിന് നിലവിൽ കണ്ടെത്തിയ പാർക്കിംഗ് സ്ഥലങ്ങൾക്ക് പുറമെ മതിയായ സൗകര്യം ഏർപ്പെടുത്തുന്നതിന് പോലീസ്, RTO എന്നിവർ സംഘാടകരുമായി പ്രത്യേക ആലോചനായോഗം നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. നമ്മുടെ ഭരണ സംവിധാനത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ച് ചടങ്ങ് ഏറ്റവും ഭംഗിയായി ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ന് ജില്ലാ ഭരണകൂടത്തിൽ കളക്ടർ, SP, അതുപോലെ സബ് കളക്ടർ, മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖര് ഇവരെല്ലാം ചേർത്തും
ഒപ്പം ഓർത്തഡോക്സ് സഭയുടെ അഭ്യന്തരായ ശേഷം സെക്രട്ടറി ബിജു എത്തിച്ചേർന്നിട്ടുണ്ട്. വിഷയങ്ങൾ ആദ്യം നമുക്ക് ഓരോന്നോരോന്നെടുത്ത് ക്രമീകരണങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണ സംവിധാനത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഈ പരിപാടി വിജയിപ്പിക്കാൻ നന്നായി പ്രയോജനപ്പെടുത്താം. വിദഗ്ധരായ മെഡിക്കൽ സംഘം ഉൾപ്പെടുന്ന ആധുനിക ആംബുലൻസ് സൗകര്യം ലഭ്യമാക്കണമെന്ന് ആരോഗ്യവകുപ്പിന് മന്ത്രി നിർദ്ദേശം നൽകി. നഗരത്തിൽ മുഴുവൻ സമയവും വൈദ്യുതി ലഭ്യത ഉറപ്പാക്കണമെന്ന് KSEBിക്കും നിർദ്ദേശം നൽകി. വെള്ളക്കുപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങൾ സമയബന്ധിതമായി നീക്കുന്നതിന് ശുചിത്വ മിഷൻ നഗരസഭയുമായി ചേർന്ന് പ്രവർത്തിക്കണം. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. യോഗത്തിൽ ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക്, സബ് കളക്ടർ D. രഞ്ജിത്ത്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PN വിദ്യാധരൻ, പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. ജോസ് രാജൻ, RTO R. രമണൻ, ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NI കുര്യാക്കോസ്, ജില്ലാ ഫയർ ഓഫീസർ റെജി V. കുര്യാക്കോസ്, മലങ്കര ഓർത്തഡോക്സ് സഭ പ്രതിനിധികളായ ഡോക്ടർ യൂഹന്നാൻ മാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത, ഫാദർ മോഹൻ ജോസഫ്, ഫാദർ KM സഖറിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മീനച്ചൽ പഞ്ചായത്തിലെ യാത്രാക്ലേശത്തിന് അറുതിയായി. KSRTCയുടെ ഗ്രാമവണ്ടി ഗ്രാമത്തിലുടനീളം സർവീസ് തുടങ്ങി. മീനച്ചൽ പഞ്ചായത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്നു. KSRTCയും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ആരംഭിച്ച ഗ്രാമവണ്ടി സർവീസ് തുടങ്ങി. ഗ്രാമവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് ജോസ് കെ മാണി MP നിർവഹിച്ചു. രാവിലെ 10:11 മണി ഈ ഘട്ടത്തിൽ ഇവിടെ നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ ഈ പദ്ധതി, ഈ ഗ്രാമം, ഈ പഞ്ചായത്ത് ഏറ്റുവാങ്ങിട്ട് ഏറ്റവും ആദ്യമേ നടത്തിയ ഒരു പദ്ധതിയാണ്. ഈ ഗ്രാമവണ്ടിയുടെ ഏറ്റവും ആദ്യമേ നടത്തിയ പദ്ധതിയാണ്. ആ നിലയ്ക്ക് ഞാൻ പ്രത്യേകം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജോ പൂവത്ത്, മാണി സി കാപ്പൻ MLA അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് 12 ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പാറപ്പള്ളി, കിഴപ്പറയാർ, ഇടമറ്റം, പൂവത്തോട്, ചാത്തൻകുളം, വിളക്കുമാടം, പൈക, കൊച്ചുകൊട്ടാരം, പൂവരണി, പാലാക്കാട് പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാണ് ഗ്രാമവണ്ടി ഓടുന്നത്. രാവിലെ 7:30 മുതൽ വൈകിട്ട് 7:30 വരെയാണ് സർവീസ്. ഓർഡിനറി നിരക്ക് മാത്രം നൽകി യാത്ര ചെയ്യാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ ചേർപ്പുങ്കൽ മാർസ്ലിവ മെഡിസിറ്റി ഓർത്തോപീഡിക്സ് വിഭാഗത്തെ സെന്റർ ഫോർ എക്സലൻസ് നിലവാരത്തിലേക്ക് ഉയർത്തി. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. പാലാ മാർസ്ലിവ മെഡിസിറ്റിയിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തെ സെന്റർ ഓഫ് എക്സലൻസ് നിലവാരത്തിലേക്ക് ഉയർത്തിയതിന്റെ ഉദ്ഘാടനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. അക്കാദമിക് മികവിനൊപ്പം അനുഭവങ്ങളുള്ള സാക്ഷ്യപത്രങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു സ്ഥാപനം മികവിന്റെ കേന്ദ്രമാകുന്നതെന്നും ഇക്കാര്യത്തിൽ പാലാ മാർസ്ലിവ മെഡിസിറ്റി ഉന്നത നിലയിലാണെന്നും ഗവർണർ പറഞ്ഞു. ലോകോത്തര നിലവാരമുള്ള ചികിത്സ ഒരുക്കുന്ന മാർസ്ലിവ മെഡിസിറ്റിയിൽ ഓർത്തോപീഡിക്സ് സെന്റർ ഓഫ് എക്സലൻസിലൂടെ ആരോഗ്യരംഗത്ത് വലിയൊരു നാഴികക്കല്ലാണ് പിന്നിട്ടിരിക്കുന്നതെന്നും അധ്യക്ഷത വഹിച്ച പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട് പറഞ്ഞു. അന്താരാഷ്ട്ര നിലവാരത്തിന് തുല്യമായ വിജയനിരക്കിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറികൾ നിശ്ചിത കാലയളവിനുള്ളിൽ ഏറ്റവും അധികം ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറികൾ നടത്തിയതിന്റെ പ്രത്യേക നേട്ടം എന്നിവ കൈവരിച്ച ഓർത്തോപീഡിക്സ് ചികിത്സാ വിഭാഗത്തിനൊപ്പം അനസ്തേഷ്യ, ന്യൂറോ സർജറി, പ്ലാസ്റ്റിക് സർജറി, വസ്കുലർ സർജറി, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നീ വിഭാഗങ്ങളുടെ സംയോജിത പ്രവർത്തനം കൂടി ചേർന്നാണ് സെന്റർ ഓഫ് എക്സലൻസ് നേടിയത്. ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് കോഓർഡിനേറ്റർ പ്രൊഫസർ ഡോക്ടർ മാത്യു എബ്രഹാം, സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് PB AHPയുടെ എക്സലൻസ് ഇൻ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അവാർഡ് നേടിയതിന് ആശുപത്രി ഓപ്പറേഷൻസ് ആൻഡ് പ്രോജക്ട് ഡയറക്ടർ റവറൻ ഫാദർ ജോസ് കീരാഞ്ചിറ, ഓപ്പറേഷൻസ് വിഭാഗം MGM ഡോക്ടർ രശ്മി ദായർ, മാർസ്ലിവ ഹീലിയോസ് അവാർഡ് നേടിയ ആശുപത്രി ഓപ്പറേഷൻസ് വിഭാഗത്തിലെ ജലീല ജേക്കബ്, അഞ്ജു ജേക്കബ്, ടിൻഡു ജോർജ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പരിസ്ഥിതി മിത്ര അവാർഡ് നേടിയതിന് സപ്പോർട്ട് സർവീസ് അസിസ്റ്റന്റ് മാനേജർ ജിബിൻ ജോസഫ്, ഈറ്റ് റൈറ്റ് ക്യാമ്പസ് അവാർഡ് നേടിയതിന് ആശുപത്രി ഓപ്പറേഷൻസ് സീനിയർ മാനേജർ അനൂപ് ചാഗോ, F&B മാനേജർ തോമസ് ജേക്കബ് എന്നിവരെ ചടങ്ങിൽ ഫലകം നൽകി ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്
കാഞ്ഞിരപ്പള്ളി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട ഉപവിഭാഗം ഓഫീസിലേക്ക് വർക്ക് സൈറ്റുകൾ സന്ദർശിക്കുന്നതിനും ഡാറ്റാ ശേഖരണത്തിനുമായി 1500 cc-യിൽ താഴെയുള്ള വാഹനം വാടകയ്ക്ക് ലഭിക്കുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ഫെബ്രുവരി 24 വരെ കൊട്ടേഷനുകൾ സ്വീകരിക്കും. ഫെബ്രുവരി 26 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തുറക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ 04828 293010. പാമ്പാടി LBS ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന 6 മാസം ദൈർഘ്യമുള്ള തൊഴിലധിഷ്ഠിത ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് നിയമാനുസൃതമായ ഫീസ് ആനുകൂല്യം ലഭിക്കും. വിവരങ്ങൾക്ക് ഫോൺ 048125050900. കെൽട്രോണിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. സർട്ടിഫിക്കറ്റുകളുമായി അടുത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിലെത്തണം. ഫോൺ 9072592412. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സബ്സിഡി സാധനങ്ങളുടെ വില വർധനയിൽ പ്രതിഷേധം. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സപ്ലൈ ഓഫീസ് മാർച്ച്. സപ്ലൈകോ സ്റ്റോറുകളിൽ സാധനങ്ങൾ എത്തിക്കാൻ പിടിച്ച ടെൻഡർ 3ാം വട്ടവും മുടങ്ങി. വിതരണക്കാരുടെ സംഘടന ടെൻഡർ ബഹിഷ്കരിച്ചു. വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത് 600 കോടി രൂപയുടെ കുടിശ്ശിക. പാമ്പാടി ചെറുവള്ളിക്കാവിലമ്മയുടെ കുംഭപൂരത്തിന് കൊടിയേറി. കുംഭപൂരം ഞായറാഴ്ച. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.